കൊച്ചിയിൽ നിന്നാണ് ഒരു അപകടത്തിന്റെ വാർത്ത പുറത്തുവരുന്നത്. കൊച്ചി സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണു എന്നുള്ളതാണ്. 4 പേർ കുടുങ്ങിക്കിടന്നിരുന്നു. ഇതിൽ 3 പേരെ രക്ഷപ്പെടുത്തി എന്ന വിവരം പുറത്തുവരുന്നുണ്ട്. ഇതിൽ ഒരാളുടെ നില 4 പേരെയും രക്ഷപ്പെടുത്തി, 3 പേർക്ക് പരിക്കുണ്ട്. ഒരാളിതിന് ഏറെ ഗുരുതരമാണ്. ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ്. ബീഹാർ സ്വദേശി ഉത്തം എന്നയാളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഇരുമ്പ് ഫ്രെയിം തകർന്നു വീണാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം, സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഈ അപകടം ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കാണുന്ന കെട്ടിടം ലുലു ഗ്രൂപ്പിന്റെയാണ്. ഈ സംഭവം ഉണ്ടായത് ഈ കാണുന്ന കെട്ടിടം ലുലു ഗ്രൂപ്പിന്റെയാണ്. ലുലു ഗ്രൂപ്പിന്റെ ഒരു ടവർ, ഒരു 21 നില ടവറാണ്. ഈ പണി നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ, അതായത് നമ്മുടെ ദൃശ്യങ്ങൾ കാണാം, ഇതൊരു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു പില്ലർ എന്നല്ല, ഇരുമ്പ് കൊണ്ട് ഒരു ഏണി. കൊച്ചിയിലാണ്. കേൾക്കാമോ നവമി? കൊച്ചിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3 തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. ബീഹാർ സ്വദേശി ഉത്തം മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ദാരുണമായ സംഭവം കൊച്ചി സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിനിടയിലാണ്. ലുലു ഗ്രൂപ്പിന്റെ അധീനതയിലുള്ള അവരുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കെട്ടിടത്തിലാണ് ഈ അപകടമുണ്ടായത്. ഇരുമ്പ് പാളികൾ അല്ലെങ്കിൽ ഇരുമ്പ് ഏണിയടക്കം താഴെ തലയിൽ വീണും മറ്റുമാണ്, മുകളിൽ വീണാണ് ഈ മരണം സംഭവിച്ചത്. നവമേ, തുടരാം. കരുതുന്നു ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കോവണി, അതായത് ഇതിൽ കയറിയാണ് ഇവിടെ തൊഴിലാളികൾ ഈ പണി ചെയ്യുന്നത്. ഇത് പെയിന്റ് അടിക്കലും അതുപോലുള്ള ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത് ഈ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഇതിൽ കയറി നിന്ന്, അതായത് നമ്മൾ ഇത് കോവണി, ഏണി എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിൽ നിർമ്മിച്ച ഒരു സംഭവമാണ്. ഇതിൽ കയറി നിന്നാണ് തൊഴിലാളികൾ അവരുടെ ജോലി ചെയ്യുന്നത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയായിരുന്നു ഇതിൽ കയറി ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇതിന്റെ ഒരു നിർമ്മാണത്തിലെ ഒരു അപാകതയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. ഈ കോവണി ചെത്തിയതിൽ എവിടെയോ ഒരു അപാകത സംഭവിച്ചു. അങ്ങനെയാണ് ഇത് ഇടിഞ്ഞ് താഴേക്ക് വീണ് ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവം നടക്കുമ്പോൾ 5 പേരുണ്ടായിരുന്നു. അതിലൊന്ന് സൂപ്പർവൈസറാണ്. സൂപ്പർവൈസർ താഴെ നിൽക്കുകയായിരുന്നു. ബാക്കി 4 ജീവനക്കാരും ഇതിന്റെ മുകളിൽ കയറി നിന്നായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ 4 പേരും തറയിലേക്ക് വീഴുകയും പിന്നീട് ഇവർ 4 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിൽ 3 പേരുടെ ഒരാൾ മരിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരം. 3 പേരുടെ നില 2 പേരുടെ നില തൃപ്തികരമാണ്. അതിൽ ഒരാളുടെ നിലയിൽ അല്പം ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. ഇവരെ 4 പേരെയും സൺറൈസ് ഹോസ്പിറ്റലിലേക്ക്, എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്നാണ് ഒരാളുടെ മരണം സ്ഥിരീകരിച്ച റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ലുലു ഗ്രൂപ്പിന്റെ തന്നെ ഒരു കെട്ടിടമാണ്. 21 നില കെട്ടിടമാണ്. ഇവിടെ കുറച്ച് നാളുകളായി തന്നെ ഇതിന്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ മറ്റ് തൊഴിലാളികളുണ്ട്. പക്ഷെ ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ കോവണി കയറി ഇവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇവർ 4 പേര് മാത്രമായിരുന്നു. എന്തായാലും ബീഹാർ സ്വദേശി ഉത്തമാണ് മരിച്ചിരിക്കുന്നത്. ബാക്കി 3 പേരുടെ നിലയിൽ 2 പേരുടെ നില തൃപ്തികരമാണ്. ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. 21 നില കെട്ടിടമാണ് ഈ പണിത് കൊണ്ടിരിക്കുന്നത്. ഈ കോവണി, അതായത് ഈ ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കോവണിയാണ്. അതിന്റെ ഒരു നിർമ്മാണത്തിലെ ഒരു അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. ഇതിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന 4 ജീവനക്കാരും ഇതോടൊപ്പം താഴേക്ക് വീഴുകയും അതിൽ ഒരാള് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ്. അല്പസമയത്തിന് മുൻപ് കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ അകത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ലുലുവിന്റെ കെട്ടിടത്തിലാണ് ഇത്ര വലിയൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3 പേര്, ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ 5 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ സൂപ്പർവൈസർ ആയിരുന്നു. അയാള്
പുറത്തു നിന്ന്, അതായത് ഈ കെട്ടിടത്തിന്റെ ഈ തകർന്നു വീണ ഇതിന്റെ സമീപത്ത് നിൽക്കുകയായിരുന്നു. ബാക്കി 3 പേരും ഇതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടായിരുന്നു അവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത് തകർന്ന് താഴേക്ക് വീഴുകയും അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഫയർഫോഴ്സ് എത്തി ആണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതിൽ കുടുങ്ങിക്കിടന്ന് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇത് ഈ ഇരുമ്പിന്റെ ഈ കോണി താഴേക്ക് പതിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് അകപ്പെടുകയായിരുന്നു ചെയ്തത്. ഈ 3 തൊഴിലാളികളും ഇതിന്റെ ഉള്ളിലേക്ക് അകപ്പെടുകയായിരുന്നു. പിന്നീട് ഈ ഇരുമ്പിന്റെ ആ ഒരു കോവണി മുറിച്ച് ഫയർഫോഴ്സ് എത്തി അത് മുറിച്ചാണ് ഇവരെ 3 പേരെയും 4 പേരെയും രക്ഷപ്പെടുത്തിയത്. അതിൽ ഒരാള് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ച ബീഹാർ സ്വദേശി ഉത്തം ആയിരുന്നു ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനാണ് ഈ വീണേറ്റ പരിക്കിൽ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ബാക്കി 3 പേരും ആശുപത്രിയിൽ തന്നെയാണ്. അവരുടെ നില അതിലൊരാളുടെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം. 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേരെ രക്ഷപ്പെടുത്തി. അവർക്ക് കാര്യമായ പരിക്കുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. നവമി വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നവമിയിലേക്ക് തന്നെ വരാം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.